ട്രൈബൽ വകുപ്പിന്റെ ചുമതലയിൽ ഉന്നത കുലജാതൻ വരണമെന്ന സുരേഷ് ഗോപിയുടെ പ്രസ്താവന വിവാദമായി ആളിപ്പടരുകയാണ്. നിലവാരമില്ലാത്ത പ്രസ്താവനയെന്നാണ് മന്ത്രി OR കേളു ഇതിനെതിരെ പ്രതികരിച്ചത്. രാഷ്ട്രപതി ദ്രൗപദി മുർമു ഗോത്രവിഭാഗത്തിൽ നിന്നുള്ളവരാണ്. രാഷ്ട്രപതിയെ സംബന്ധിച്ചും ഇതേ അഭിപ്രായമാണോ സുരേഷ് ഗോപിക്ക് ഉള്ളതെന്നും അദ്ദേഹം ചോദിച്ചു. BJP-ക്കാർ പോലും ഇത് മുഖവിലക്കെടുക്കില്ല. BJP മാത്രമല്ല, രാജ്യത്തെ ആരും ഇതൊന്നും മുഖവിലക്കെടുക്കില്ലെന്നും അദ്ദേഹം പറയുന്നു. നിരവധി പേരാണ് സുരേഷ് ഗോപിയുടെ ഈ പ്രസ്താവനയ്ക്കെതിരെ രംഗത്ത് വന്നത്. സുരേഷ് ഗോപിയുടെ പ്രസ്താവന ഭരണഘടനാ വിരുദ്ധമെന്ന് K. രാധാകൃഷ്ണൻ MP പറഞ്ഞു. രാഷ്ട്രപതിയെ അപമാനിക്കുന്നതാണ് സുരേഷ് ഗോപിയുടെ പ്രസ്താവന. സുരേഷ് ഗോപിയാണോ ഉന്നത കുലജാതരെ തീരുമാനിക്കുന്നതെന്നും അദ്ദേഹം ചോദിച്ചു. സുരേഷ് ഗോപിക്ക് എപ്പോഴും ഉന്നത കുലജാതൻ എന്ന് പറഞ്ഞു നടപ്പാണ് പണി. കേരളത്തെ തകർക്കുന്ന നിലപാടാണ് സുരേഷ് ഗോപിയുടേത്. എല്ലാവരും അടിമയായിരിക്കണമെന്നാണ് സുരേഷ് ഗോപിയുടെ സ്വപ്നം. കേന്ദ്ര മന്ത്രിസ്ഥാനത്തിരിക്കാൻ സുരേഷ് ഗോപി അർഹനല്ലെന്നും K. രാധാകൃഷ്ണൻ പറയുന്നു. ഈ പ്രസ്താവനയ്ക്കെതിരെ രൂക്ഷ വിമർശനവുമായി ആദിവാസി ഗോത്ര മഹാസഭാ നേതാവും ജനാധിപത്യ രാഷ്ട്രീയ പാർട്ടി സംസ്ഥാന പ്രസിഡന്റുമായ CK ജാനുവും രംഗത്ത് വന്നു. സുരേഷ് ഗോപിയുടെ പ്രസ്താവന ബാലിശമാണെന്ന് അവർ പറഞ്ഞു. ഞങ്ങളെപ്പോലെയുള്ളവർ അടിമകളായി എല്ലാ കാലത്തും തുടരണം. ഉന്നത ജാതിക്കാർക്ക് തങ്ങളെ അടക്കി ഭരിക്കണം. ഇതാണ് സുരേഷ് ഗോപി പറയുന്നത്. ഇത്തരം ചർച്ചകൾ പോലും ഉയരുന്നത് ഇന്ത്യക്ക് അപമാനമാണെന്നും CK ജാനു പറയുന്നു. ആദിവാസി വകുപ്പിൻ്റെ ചുമതലയിൽ ഉന്നത കുലജാതർ വരണമെന്നും തനിക്ക് ആ വകുപ്പ് വേണമെന്ന് പ്രധാനമന്ത്രിയോട് ആവശ്യപ്പെട്ടിരുന്നു എന്നുമായിരുന്നു സുരേഷ് ഗോപിയുടെ പ്രസ്താവന. ബജറ്റിലെ കേരളത്തോടുള്ള അവഗണനയെക്കുറിച്ചുള്ള മാധ്യമങ്ങളുടെ ചോദ്യത്തിന് നിങ്ങൾ എങ്ങനെ വേണമെങ്കിലും പ്രചരിപ്പിച്ചോളൂ എന്നും സുരേഷ് ഗോപി മറുപടി നൽകിയിരുന്നു. കേരളം നിലവിളിച്ചിട്ട് കാര്യമില്ലെന്ന പരിഹാസം കലർന്ന തരം താഴ്ന്ന പ്രസ്താവനയാണ് അദ്ദേഹം നടത്തിയത്. ആദിവാസി വകുപ്പിൻ്റെ ചുമതലയിൽ ഉന്നത കുലജാതർ വേണമെന്നും താൻ ആ പദവി ചോദിച്ചതാണെന്നും സുരേഷ് ഗോപി പറയുന്നു. ഈ സുരേഷ് ഗോപി എങ്ങനെയാണ് ഉന്നത കുലജാതൻ ആകുന്നത്? ജാതിപരമായി നോക്കിയാൽ സുരേഷ് ഗോപി ശൂദ്രനാണ്. അതായത് ചാതുർവർണ്ണ പ്രകാരം ബ്രാഹ്മണനും ക്ഷത്രിയനും വൈശ്യനും കഴിഞ്ഞു വരുന്ന ശൂദ്ര വിഭാഗത്തിൽപ്പെട്ട ആൾ തന്നെയാണ് ഈ സഹമന്ത്രി സുരേഷ് ഗോപി. സ്വയം എന്തോ വലിയ സംഭവമാണെന്ന് വിചാരിച്ച് തമ്പുരാൻ കളിച്ച് നടക്കുന്ന സിനിമാ ജയിപ്പിച്ചു വിട്ട തൃശ്ശൂരുകാരാണിപ്പോൾ ലജ്ജിക്കേണ്ടത്. ഈ 2025-ലും ജാതിയുടെ മഹിമ വിളിച്ചോതുന്ന ഒരു സവർണ കോമനത്തെ വോട്ട് ചെയ്ത് ജയിപ്പിച്ച തൃശ്ശൂർ നിവാസികൾ കേരള ജനതയോട് മാപ്പ് പറയണം. ഒരു വലിയ ദുരന്തം കേരളത്തിലെ വയനാട്ടിലുണ്ടായപ്പോൾ അതിന് വേണ്ടുന്ന ഒരു സഹായവും ഇദ്ദേഹം കേന്ദ്രത്തോട് ചോദിച്ചിട്ടില്ല. ഇപ്പോൾ കേന്ദ്ര ബജറ്റിൽ കേരളത്തെ പൂർണ്ണമായും തഴഞ്ഞപ്പോൾ അദ്ദേഹം കൂടെ നമ്മുടെ സംസ്ഥാനത്തെ പരിഹസിക്കുകയാണ്. സിനിമകളിൽ കണ്ട സൂപ്പർ ഹീറോ പരിവേഷത്തിൽ നിന്നും ഒരു കൊമേഡിയനായി മാറുന്ന സുരേഷ് ഗോപിയാണിപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത്.